ഫ്രണ്ട്സ്, ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴം വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നേന്ത്രപ്പഴം അധിക വീടുകളിലും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കുറച്ചധികം വാങ്ങിച്ചാൽ തന്നെ നമ്മൾ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് കറുത്ത് പോകും അല്ലേ. അപ്പോൾ ഈ കറുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേന്ത്രപ്പഴം കളയാണ് ചെയ്യാറ്. ചില ആൾക്കാരൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കറുത്ത് പോയാൽ നമ്മൾ അധികം ആൾക്കാരും കഴിക്കില്ല. പക്ഷേങ്കിൽ കറുത്ത പഴമാണ് കേട്ടോ കഴിക്കേണ്ടത്. അതിലാണ് നമ്മൾ സാധാ കഴിക്കുന്ന പഴത്തിനേക്കാളും ഗുണങ്ങളേറെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം പഴുത്ത പഴമാണോ അത്രയും നല്ലതാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും വളരെ ടേസ്റ്റ് ഉള്ളതായി തീരും. അപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ചിട്ട് പൊടികൾ എടുക്കുക. അതുപോലെ പഴത്തിൻ്റെ അളവും അപ്പോൾ കൂട്ടണമെന്ന് മാത്രം. അരിപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ്. അത് 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒരു തവി വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പം തന്നെ കുഴച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മുടെ പഴം അരച്ചത് ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പഴം അരച്ചത് മാത്രം മതി. നമ്മൾക്ക് പഴത്തിൽ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അരച്ചെടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒട്ടും ചേർക്കേണ്ട. വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടിയപ്പമാണ്, നൂൽപ്പിട്ട്. അപ്പോൾ പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള നൂൽപ്പിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കറിയുടെ ആവശ്യമൊന്നുമില്ല. അത്രയും ടേസ്റ്റുള്ള ഒരു ഇടിയപ്പമാണ്. പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല ടേസ്റ്റുമാണ്. നല്ല ആ മധുരവും ഒരു ചെറിയ മധുരവും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല ഞാൻ ഇഡ്ഡലിത്തട്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ് കേട്ടോ. തേങ്ങ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ഒന്ന് എണ്ണയാണ് തടവി കൊടുക്കുന്നത് അങ്ങനെ. അതല്ല എണ്ണ തടവാതെ ആണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാനും പറ്റും. ഇപ്പം നിങ്ങളാരും ഇതുവരെ പഴം വെച്ചിട്ട് ഈ നൂൽപ്പിട്ട് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റുള്ളൊരു നൂൽപ്പിട്ടാണ്. ഇപ്പോൾ ഞാനിതെല്ലാം ഇതിലേക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ്. ഓരോ തട്ടിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ഇഡ്ഡലി തട്ടിലാണ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറ്. ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ജോലിയും പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓരോന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ഒരു 7 മിനിറ്റ് അല്ല കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് അത്രയേ വെക്കണ്ടൂ. അധികമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 7 മിനിറ്റ് മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ വെച്ച് നമുക്ക് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ആദ്യത്തെ ഇടിയപ്പം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തട്ടിയാൽ അതുപോലെ പെട്ടെന്ന് വീണ് കിട്ടും.
അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം. ഈ ഇടിയപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ പിന്നീട് നിങ്ങൾ പഴം കളയില്ല. ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കും. അത്രയും ടേസ്റ്റുള്ള ഒരു ഇടിയപ്പമാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് കൂടെ ആവിക്ക് വയ്ക്കാം. അപ്പോൾ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പഴം വെച്ചിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കറി ഉപയോഗിക്കാം, ഇല്ല എങ്കിൽ കറി ഇല്ലാതെ ഇത് കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.